കലാശാല. ഇന്ന് നമ്മൾ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ടൊരു പിക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഓയിൽ പേസ്റ്റൽസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊരു റിവ്യൂ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കയറി നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനിവിടെ ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് പിക്ചർ വരയ്ക്കുന്നത്. വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആർട്ടോയുടെ A4 സൈസ് പേസ്റ്റൽ പേപ്പേഴ്സാണ് 180 GSM ഉള്ളത്. ഇതിന് ചുറ്റുമായിട്ട് ഞാനൊരു ബോർഡ് വരച്ചിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് മാസ്കിങ് ടേപ്പും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഡാർക്കറായിട്ടുള്ള ഏരിയാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8 ബീഡ് ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റേഡറിൻ്റെ ഡ്രോയിങ് പെൻസിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. മീഡിയം യെല്ലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ചുറ്റുമായിട്ട് ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ചുറ്റുമായിട്ട് യെല്ലോ ഓക്കർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്രേ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ലെയറായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഗ്രേ കളറും റെഡ് കളറും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചും യെല്ലോ ഒക്കെ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് കോട്ടൺ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്താലും മതി. കംപ്ലീറ്റ് ആയിട്ട് സ്മഡ്ജ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഗ്രേ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. റെഡ് കളർ വെച്ചിട്ട് അടുത്ത ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. സ്കൈയുടെ ഒരു അപ്പിയറൻസ് കിട്ടുന്നതിന് വേണ്ടി ലൈൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓറഞ്ച് എടുത്തിട്ട് ഇതുപോലെ തന്നെ ലൈൻസ് ആയിട്ട് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് താഴത്തെ പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെൻസിൽസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. കുറച്ചും കൂടി ലാർജറായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് ശേഷം കോട്ടൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. എയ്റ്റ് ബീറ്റ് ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്തിട്ട് പിക്ചർ വരച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രോയിങ് പെൻസിലാണോ അത് യൂസ് ചെയ്താൽ മതി. ഇതില്ലാന്നുണ്ടെങ്കിൽ ചാർക്കോൾ പെൻസിലോ അല്ലെങ്കിൽ CD മാർക്കറോ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഞാനിവിടെ ഗ്രാസ് ആണ് വരയ്ക്കുന്നത്. ഒരു ട്രീയും കൂടി വരച്ചു കൊടുക്കുക.
ഒരു കൊക്കിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തിടുന്നുണ്ട്. സിമ്പിളായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഡാർക്കൺ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മുകളിലായിട്ട് 2 ബേർഡ്സ് പറന്നു പോകുന്ന രീതിയിലും കൂടെ വരച്ചു കൊടുക്കാം. മുകളിലായിട്ട് മരത്തിൻ്റെ ബ്രാഞ്ചിൽ ഒരു ബേർഡ് ഇരിക്കുന്നതായിട്ടും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പിക്ചറാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ ഓയിൽ പേസ്റ്റൽസിന് ചെയ്തിട്ട് വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.